ഞാൻ ഉണ്ടാക്കുന്ന സദ്യ റെസിപ്പീസിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളതും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്നത് ഇഞ്ചിപ്പുളിയാണ് കേട്ടോ. പുളിയിഞ്ചിയെന്നും ഇഞ്ചിക്കറിയെന്നും ഇഞ്ചി അച്ചാറെന്നും ഒക്കെ പറയുന്ന സദ്യയിലെ കേമനായ ഈ തൊടുകറി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം കുറച്ച് ഇഞ്ചി എടുക്കാം. ഞാൻ ഒരു 1/4 കിലോ ഇഞ്ചി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി എടുക്കണം. നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ വട്ടത്തിൽ കനം കുറച്ച് അങ്ങ് അരിഞ്ഞ് വയ്ക്കാം. കനം കുറച്ച് അരിയണം, കാരണം നമ്മളിത് വറുത്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് ഇഞ്ചി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കൊരു ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് എണ്ണ മതി. ഇഞ്ചി ഒരു 2-3 ബാച്ചായിട്ട് പൊരിച്ചു കൂട്ടി എടുത്താൽ മതിയേ. അപ്പോൾ ഇതാ ചൂടായ എണ്ണയിലേക്ക് ഇഞ്ചി ഒരു 2-3 ബാച്ചായിട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറി കിട്ടിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനിയിപ്പം നമുക്ക് ഒരു പാൻ അടുപ്പ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇഞ്ചി വറുത്തെടുത്ത ആ എണ്ണയില്ലേ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് വട്ടത്തിൽ അരിഞ്ഞിട്ട് കൊടുത്തു. ഒരു 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ട് കൊടുത്തു. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്തതിന് ശേഷം ഒരു 3/4 ടേബിൾ സ്പൂൺ വീതം മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം. കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് ഇഞ്ചി പൊടിച്ച് വെച്ചത് ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഒരു ചെറിയ ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി ഒന്ന് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ഇതുപോലെ പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ 2 പ്രാവശ്യം പുളി പിഴിഞ്ഞ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ശർക്കരയാണ് വേണ്ടത്. ഒരു 1/4 കപ്പ് പൊടിച്ച ശർക്കര അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി ഇതുപോലെ ഒന്ന് കുറുകി വരുമ്പം കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്ത് ഈ ഒരു പരുവത്തിലാകുമ്പോൾ ഗ്യാസ് അങ്ങ് ഓഫാക്കാം കേട്ടോ. ചൂടാറി കിട്ടുമ്പോഴത്തേക്കിനും ഒന്നും കൂടെ കുറുകി കിട്ടുവേ. ഇനിയിപ്പം നമുക്ക് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കടുകും കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ഇട്ട് താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ റെഡിയാക്കി നോക്കുക കേട്ടോ. നമ്മുടെ സദ്യയിൽ അവിയലും സാമ്പാറും അതുപോലെ ഇഞ്ചിക്കറിയൊക്കെ മാത്രം മതിയോ? നമുക്ക് നല്ല ഉപ്പേരികൾ വേണ്ടേ? അപ്പോൾ നമ്മൾ വീട്ടിൽ ഇതുപോലെ ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ ഒരു വെളിച്ചെണ്ണയുടെ വിലയുടെ ഒക്കെ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ. അങ്ങനെയുള്ളപ്പം നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള നല്ല അടിപൊളി സാധനം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല അടിപൊളി ചിപ്സും അതുപോലെ ശർക്കര വരട്ടിയും പിന്നെ നമുക്ക് വേണ്ട ഐറ്റംസ് എല്ലാം ഉണ്ട്. അപ്പോൾ എന്താ ഞാൻ ഈ 2 ഐറ്റംസ് ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. അപ്പോൾ വേണ്ടതൊക്കെ ഞാനൊരു നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ചിട്ട് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് സാധനം എത്തും കേട്ടോ. അതും നല്ല പ്രീമിയം